സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനുള്ളത് കേരളത്തിലെ നമ്മുടെ ഓഫീസിലാണുള്ളത്. ഞാനൊരു 23 കൊല്ലം പ്രവാസിയാണ്. അപ്പോൾ എസ്പെഷ്യലി ഇത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് കൂടി വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അങ്ങനെ പറയാൻ കാരണം, അതിന് അപ്പോൾ 4-5 വർഷമായിട്ട് തിരുപ്പൂർ നമ്മളൊരു ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങി തരക്കേടില്ലാതെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അതല്ലാതെ നമ്മുടെ വീഡിയോയിൽ നിന്ന് നമ്മളെ നമ്പർ കിട്ടിയിട്ട് നമ്മളെ വിളിക്കുന്ന ആളുകൾ, അപ്പോൾ എല്ലാവർക്കും തിരുപ്പൂർ ബിസിനസ് തുടങ്ങണം. 2-3 സുഹൃത്തുക്കൾ കൂടിയിട്ട് അവർ ചിലപ്പോൾ ഗൾഫിൽ പല മേഖലയിൽ ജോലി ചെയ്ത ആളുകളായിരിക്കാം. അവരുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ 10, 12, 15 കൊല്ലമായി ഗൾഫിൽ. അപ്പോൾ കുറച്ച് കാശ് നമ്മൾ ചെറിയ ജോലിക്ക് ചെറിയ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് മിക്കവാറും ഈ ഒരു കൺസെപ്റ്റുമായിട്ട് നമ്മുടെ അടുത്ത് വരാറുള്ളത്. ബ്രാൻഡായിട്ട് തുടങ്ങണം. അപ്പോൾ ബ്രാൻഡായിട്ട് തുടങ്ങിയിട്ട് ആ ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് അവർ ആഗ്രഹം. നമ്മുടെ അടുത്ത് ഇവർ ഒരുപാട് പേര് വരുന്നുണ്ടെങ്കിലും നമ്മൾ ഇവർക്ക് കാരണങ്ങൾ സഹിതം ഇത് ഇന്ന മാതിരിയൊക്കെയാണ്, ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര രൂപ വേണം, ഇതിന് ഇത്രയൊക്കെ എക്സ്പെൻസുകൾ വരും, ഇതിൻ്റെ കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾക്കിപ്പോൾ ഒരു ടീഷർട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടീഷർട്ട് എല്ലാവരും ടീഷർട്ട് ഉണ്ടാക്കുന്നുണ്ട്, അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഈ സാധനം നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ബിസിനസ്സിലേക്ക് ഇറങ്ങാവൂ. നിങ്ങൾ ഒരിക്കൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ മാർക്കറ്റാണ്, അതായത് കടകളിലൂടെയാണ് നിങ്ങൾ കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കടകളിലൂടെ കൊണ്ടുപോയിട്ട് സാധനങ്ങൾ ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് 1, 2, 3 മാസം കൊണ്ടാണ് റോൾ ചെയ്തിട്ട് അത് നമ്മുടെ കയ്യിൽ വരുള്ളൂ. അതുവരെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് അതിനെ മാത്രം ഫണ്ട് നിങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിയുന്നതും ഇവരെ നിരുത്സാഹപ്പെടുത്തുക എന്ന് പറഞ്ഞുകൂടാ, നമ്മൾ അവരുടെ കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കും. ഊരിൽ മലയാളികളായിക്കോട്ടെ അല്ലാണ്ടെങ്കിൽ തമിഴന്മാരായിക്കോട്ടെ എല്ലാവരും ഒരു 100% ആളുകളും വളരെ നല്ല മനുഷ്യന്മാരാണ്. പ്രത്യേകിച്ച് തമിഴന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി നമ്മളെ മലയാളികളെക്കാൾ കൂടുതൽ നല്ലവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളെ ആളുകളാണ് ചെന്നുകാണ്ട് നമുക്ക് സമ്മർദ്ദം ചെലുത്തിക്കാണ്ട് അതല്ല പിന്നെ എന്തായാലും ഞങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കി തന്നേ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്നവർ ചോദിക്കുക. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ വിൽക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്നുള്ള രീതിയിലാണ് അവർ. അപ്പോൾ ഞാനൊക്കെ എന്താ ചെയ്യുമെന്ന് വെച്ചാൽ ഞങ്ങളെ കൂടെ കഴിയില്ല, നിങ്ങൾ വേറെ എവിടെ നിന്ന് വെച്ചാൽ ഉണ്ടാക്കിച്ചോളും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങോട്ട് ഒഴിവാക്കി വിടലാണ്. പക്ഷേ ബാക്കിയുള്ള ചില ആളുകളൊക്കെ നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊന്നുമല്ല ഇവരെന്ത് കാണുന്നത്. വീഡിയോയിലും മറ്റുള്ള ഈ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഫേസ്ബുക്കിലൊക്കെ ഇവർ പല വീഡിയോസിലായിട്ട് ഇവർ കാണുന്നത്. ഇവരെന്ത് ചെയ്യും, നേരെ നമ്മുടെ അടുത്ത് നിന്ന് പോവും, വേറെ ഇതേമാതിരിയുള്ള വീഡിയോസോ കാര്യങ്ങളോ തപ്പും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ മാർക്കറ്റിൽ അവർ കറങ്ങും, മറ്റുള്ള പല ആളുകളുടെയും അടുത്ത് ഇവർ എത്തിപ്പെടും. നമ്മൾ ഒരു ടീഷർട്ട് കാര്യങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളത് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് മാർക്കറ്റിൽ അഫോർഡബിൾ റേറ്റിന് നമുക്ക് കിട്ടിയാലേ ഇത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവർ ആദ്യം പറയുന്നത് നമുക്ക് അഫോർഡബിൾ റേറ്റിന് ഉണ്ടാക്കി തരാം, അല്ലാണ്ടെങ്കിൽ ഇത്രയൊക്കെ വരുള്ളൂ എന്ന് പറയും. അവസാനം ഉണ്ടാക്കി വരുമ്പോഴേക്ക് അതിൻ്റെ കോസ്റ്റ് ഏകദേശം നമ്മൾ മാർക്കറ്റിൽ നിന്നൊരു സാധനം വാങ്ങിക്കാൻ നമ്മൾ എത്ര കണ്ട് കാശ് ചിലവാക്കുന്നുണ്ടോ ഏകദേശം അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തുണ്ട്, പിന്നീട് ഈ സാധനം നമുക്ക് വിറ്റ് പോകാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പെങ്ങളുടെ കുട്ടി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനാണ്. അപ്പോൾ നമ്മുടെ അയൽവാക്കത്തിനുള്ള പട്ടാമ്പി നാളെ ദിവസം ഞാനൊരു കടയിൽ ചെന്ന് നിന്നപ്പോൾ അതിനോട് സെയിൽസ്മാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാനവനോട് ചോദിച്ചു, അല്ലട മോനെ നീ തിരുപ്പൂരിൽ ഇതേമാതിരി ഒരു ടീഷർട്ടും ബിസിനസ്സൊക്കെ ആയിട്ട് അതൊക്കെ അതേമാതിരിയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ പറ്റി, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതില്ല, നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ തിരുപ്പൂരായിക്കോട്ടെ വേറെ ഏത് മാർക്കറ്റിലായിക്കോട്ടെ ഏത് കച്ചവടം ആയിക്കോട്ടെ ആ കച്ചവടങ്ങൾ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് കറക്റ്റ് മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് ആ മാർക്കറ്റിൽ നിങ്ങൾക്ക് എത്ര കണ്ട് സാധനങ്ങൾ വിൽക്കാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ ഫാബ്രിക് മേഖലയിലേക്കാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തൊക്കെ പുതിയത് ഐറ്റം, എന്തൊക്കെ ഈ ഒരു യൂണിക്കും ഐറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ, എന്തെങ്കിലും പുതുതായിട്ട് നിങ്ങൾക്ക് അതിൽ കൊണ്ടുവരാൻ കഴിയുമോ, ആ കൊണ്ടുവന്ന സാധനം നിങ്ങൾക്ക് എങ്ങനെ വിൽക്കാൻ കഴിയും, അത് ഓൺലൈനും ഓഫ്ലൈനും ആയിട്ട് എങ്ങനെ വിൽക്കാൻ കഴിയും, ഓൺലൈനായിട്ട് വിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനാ മാത്രം റീച്ചുള്ള പേജും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടോ എന്നുള്ളതൊക്കെ മുഴുവനായിട്ട് കണക്കാക്കിയിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, ആ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാവുള്ളൂ. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ വന്നുകാണ്ട് ആ കാശ് പോയിട്ട് വീണ്ടും പ്രവാസത്തിലേക്ക് തന്നെ പോകേണ്ട ഒരു അവസ്ഥ നമ്മളെ പല സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ 4-5 വർഷത്തിൻ്റെ ഇടയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം.